ദൈവങ്ങളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു നാട്ടിൽ പെട്ടെന്നൊരു ദിവസം മറ്റൊരാൾ ദൈവം കൂടി ജനിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന് അത്ര അത്ഭുതമൊന്നും തോന്നില്ല. കാരണം ഓരോ ആൾ ദൈവങ്ങളെയും പൂജിക്കാനും ആരാധിക്കാനും ഇവിടെ നിരവധി ആളുകളാണുള്ളത്. പക്ഷെ പലയിടത്തും ഒളിഞ്ഞിരിക്കുന്ന ചതിക്കുഴികളുണ്ട്. അതിൽ വീണുപോകുന്ന നിറയെ മനുഷ്യരുണ്ട്. പറ്റിയ ചതികളിൽ നിന്ന് എണീറ്റു പോരാൻ പോലും പറ്റാത്ത മനുഷ്യരുണ്ട്. ഇവിടെയെല്ലാം പരാതിപ്പെട്ടിട്ടും നടപടിയില്ലാതെ വീണ്ടും വീണ്ടും നീതിക്ക് വേണ്ടി പോരാടുക എന്ന് പറഞ്ഞാൽ അതിൽ പരം മനം മടുപ്പിക്കുന്ന മറ്റൊന്നില്ല എന്നതാണ് സത്യം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലൈംഗിക പീഡന കേസിൽ പ്രതിയായ ചൈതന്യാനന്ദ സരസ്വതിയെ ആഗ്രയിൽ വെച്ച് ഒളിവിൽ കഴിയുന്നതിനിടെ പിടികൂടി. പല കേസുകളും ആരോപണങ്ങളും വന്നിട്ടും അറസ്റ്റ് എന്ന നടപടി ഇതാദ്യമായിട്ടാണ് ഉണ്ടാകുന്നത്. സ്വാമി ചൈതന്യാനന്ദ സരസ്വതി സ്വയം പ്രഖ്യാപിത ആൾദൈവം, ശാരദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ മാനേജ്മെന്റിന്റെ മേധാവി, ഒരുപാട് കൗമാരക്കാർ പ്രതീക്ഷയോടെ വരുന്ന നാളെയുടെ പ്രതീക്ഷയാവേണ്ട ഒരു തലമുറയ്ക്ക് മുന്നിലേക്ക് കാപട്യത്തിന്റെ പുതിയൊരു അധ്യായം തുറന്നു വെക്കുന്ന അതേ കാപട്യത്തിന്റെ ആൾരൂപം. 17ഓളം വിദ്യാർത്ഥികൾക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയെന്ന കേസിലാണ് ചൈതന്യാനന്ദ സരസ്വതിയെ അറസ്റ്റ് ചെയ്യുന്നത്. അധിക്ഷേപകരമായ ഭാഷ ഉപയോഗിച്ചതായും അശ്ലീല സന്ദേശങ്ങൾ അയച്ചതായും ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചതായും പെൺകുട്ടികൾ പരാതി നൽകി. ഏറെ വൈകിയും തന്റെ മുറിയിലേക്ക് വരാൻ ക്ഷണിച്ചതായും വിദേശയാത്രയിൽ കൂടെ വരാനും അദ്ദേഹം നിർബന്ധിച്ചതായും പെൺകുട്ടികൾ മൊഴി നൽകി. എതിർത്താൽ ഭാവി തന്നെ നശിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ, താല്പര്യങ്ങൾക്ക് വഴങ്ങിയില്ലെങ്കിൽ സർട്ടിഫിക്കറ്റുകൾ അടക്കം നശിപ്പിച്ചു കളയും. ലൈംഗിക പരാതികൾക്ക് പുറമെ സാമ്പത്തിക ക്രമക്കേടുകളും ഇയാൾക്കെതിരെ ഉയർന്നു വന്നു. അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യമുണ്ട്. 2009 മുതൽ ഇയാൾക്കെതിരെ പരാതികൾ ഉയരുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. എന്നിട്ടും സമാന രീതിയിൽ വീണ്ടും വീണ്ടും പരാതികൾ ഉയരുന്നുണ്ടെങ്കിൽ അത് ആരുടെ വീഴ്ചയാണ്? അതേ കാവ്യവേഷത്തിൽ പിന്നെയും പിന്നെയും വിലസി നടക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അത് ആര് നൽകുന്ന ധൈര്യമാണ്? ഒഡീഷയിൽ നിന്നുള്ള ഒരു സ്വയം പ്രഖ്യാപിത ആൾദൈവം സ്വാമി ചൈതന്യാനന്ദ സരസ്വതി മുൻപറിയപ്പെട്ടിരുന്നത് ഡോക്ടർ പാർത്ഥസാരഥി എന്ന പേരിൽ. 12 വർഷമായി ശ്രീ ശൃംഗേരി മഠം നടത്തുന്ന ആശ്രമത്തിൽ താമസം. ഭൂതകാലം എന്നും സംശയനിഴലിൽ. 2009 ഡൽഹിയിൽ നിന്നും പീഡനത്തിന്റെയും വഞ്ചനയുടെയും ആദ്യ പരാതികൾ. 7 വർഷങ്ങൾക്ക് ശേഷം വസന്ത് കുഞ്ചിൽ നിന്നും ഉയർന്ന പീഡന കേസ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിൽ സ്കോളർഷിപ്പിലൂടെ മാനേജ്മെന്റ് ഡിപ്ലോമ കോഴ്സുകൾക്ക് ചേർന്ന വിദ്യാർത്ഥിനികളെയാണ് ഇയാൾ ലക്ഷ്യം വെക്കുന്നവരിൽ ഏറെയും. മൊഴി രേഖപ്പെടുത്തിയ 32 വിദ്യാർത്ഥിനികളിൽ 17 പേരും ഉന്നയിച്ചത് ഗുരുതരമായ ആരോപണങ്ങൾ. MBAയും PhDയും പോസ്റ്റ് ഡോക്ടർ ബിരുദവും ഡീലിറ്റ് ബിരുദവും പൂർത്തിയാക്കിയെന്ന് പറയുമ്പോഴും അക്കാദമിക് യോഗ്യതകൾ പോലും എന്നും സംശയനിഴലിൽ. ഇയാൾക്കെതിരെ ആരോപണങ്ങൾ വന്നപ്പോൾ തന്നെ ശൃംഗേരി മഠം വേഗത്തിൽ നടപടി സ്വീകരിച്ചു. ഇദ്ദേഹത്തിന്റെ പെരുമാറ്റം നിയമവിരുദ്ധവും അനുചിതവും പീഠത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധവുമാണെന്ന മഠം പ്രസ്താവന ഇറക്കി. അദ്ദേഹത്തിനെതിരെ വന്ന ആദ്യ നടപടിയെന്ന് ഈ പ്രസ്താവനയെക്കുറിച്ച് പറയാം. മറ്റൊന്ന് FIRലെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഹോളി ആഘോഷങ്ങൾക്കിടെ വിദ്യാർത്ഥിനികളെ വരിവരിയായി നിർത്തിയ ശേഷം കവിളിൽ ആദ്യം നിറം പുരട്ടുന്നത് ചൈതന്യാനന്ദയാണ്. ഇത് വെറും വാക്കാലുള്ള ആവശ്യമായിരുന്നില്ല. വിദ്യാർത്ഥിനികൾ ഇങ്ങനെ ചെയ്യണമെന്ന് ഉത്തരവ് തന്നെ ഇറക്കിയിരുന്നു. സുരക്ഷയ്ക്കെന്ന പേരിൽ ഹോസ്റ്റലിന് ചുറ്റും CCTV ക്യാമറകൾ സ്ഥാപിക്കുക, ബാത്റൂമിലും മറ്റും ഒളിക്യാമറ വെച്ച് വിദ്യാർത്ഥിനികളുടെ വീഡിയോ ചിത്രീകരിക്കുക, കുളിക്കാൻ പോകുന്ന സമയം കാമുകന്മാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ, കോണ്ടം ഉപയോഗിച്ചിട്ടുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിക്കുക തുടങ്ങി ഒരു പെൺകുട്ടിക്ക് സഹിക്കാവുന്നതിലും അപ്പുറത്തെ ചോദ്യങ്ങളായിരുന്നു ചൈതന്യാനന്ദ ചോദിച്ചിരുന്നത്. പീഡനം ഭയന്ന് നിരവധി പേരാണ് പഠനം നിർത്തിയത്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കുക എന്നതും ദുരൂഹത നിലനിർത്തുന്ന ഒന്നായിരുന്നു. കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം മാത്രമാണ് ഇവ തിരികെ നൽകൂ എന്ന നിബന്ധനയുമുണ്ട്. വിദ്യാർത്ഥിനികൾ പ്രശ്നങ്ങൾ ഉയർത്തുമ്പോഴും വീട്ടുകാർ ഒരിക്കലും ഇടപെടാതിരിക്കാൻ സ്വാമി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്നതും വ്യക്തം. ചൈതന്യാനന്ദ സരസ്വതി ഇത്തരം ആരോപണങ്ങൾ നേരിടുന്നത് ഇതാദ്യമായല്ല. മുൻപും സമാനമായ ആരോപണങ്ങളിൽ ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നു. 2009 മുതലുള്ള വഞ്ചന, ലൈംഗിക പീഡനം, 2016 ഫയൽ ചെയ്ത ഒരു ലൈംഗിക പീഡന കേസ് എന്നിവയുൾപ്പെടെ 5 കേസുകൾ പ്രതിക്കെതിരെ ഇതിനകം നിലവിലുണ്ടായിട്ടും ആ ആൾദൈവത്തിനെതിരെ ഒരു അറസ്റ്റ് എന്ന നടപടി വരുന്നത് ഇതാദ്യമായാണ്. ആത്മീയതയെയും വിദ്യാഭ്യാസത്തെയും മറയാക്കി നടത്തിയ ഈ പ്രവൃത്തി പൂവിട്ട് പൂജിക്കുന്ന ആൾദൈവങ്ങളിൽ നമ്മൾ എത്രമാത്രം ജാഗരൂകരാകേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നത് കൂടിയാണ്.
2009 മുതലുള്ള വഞ്ചന, ലൈംഗിക പീഡനം, 2016 ഫയൽ ചെയ്ത ഒരു ലൈംഗിക പീഡന കേസ് എന്നിവയുൾപ്പെടെ 5 കേസുകൾ പ്രതിക്കെതിരെ ഇതിനകം നിലവിലുണ്ടായിട്ടും ആ ആൾദൈവത്തിനെതിരെ ഒരു അറസ്റ്റ് എന്ന നടപടി വരുന്നത് ഇതാദ്യമായാണ്. ആത്മീയതയെയും വിദ്യാഭ്യാസത്തെയും മറയാക്കി നടത്തിയ ഈ പ്രവൃത്തി പൂവിട്ട് പൂജിക്കുന്ന ആൾദൈവങ്ങളിൽ നമ്മൾ എത്രമാത്രം ജാഗരൂകരാകേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നത് കൂടിയാണ്.